Sangha Fashion, the bridal destination, Tirur. താനൂരിലും ലീഡിന് ബൂത്ത് കമ്മിറ്റിക്ക് ഓഫറുമായി ലീഗ് നേതാവ്. താനൂരിലെ UDF സ്ഥാനാർത്ഥി പി കെ നവാസിന് ഏറ്റവും കൂടുതൽ ലീഡ് നൽകുന്ന ബൂത്ത് കമ്മിറ്റിക്ക് 25,000 രൂപയാണ് മുസ്ലിം ലീഗ് നേതാവ് കെ മുത്തുക്കോയ തങ്ങൾ വാഗ്ദാനം ചെയ്തത്. ലീഡ് നേടിയെടുക്കുന്നതിൽ 2ാം സ്ഥാനം നേടുന്ന ബൂത്ത് കമ്മിറ്റിക്ക് 15,000 രൂപയും 3ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 10,000 രൂപയുമാണ് വാഗ്ദാനം. താനൂരിലെ പി കെ നവാസ് സാഹിബിന് താനൂർ നിയോജക മണ്ഡലത്തിലെ 300-ലധികം വോട്ട് ലീഡ് ലഭിക്കുന്ന ബൂത്ത് കമ്മിറ്റികൾക്ക് 10,000 രൂപ വെച്ചിട്ട് നിയോജക മണ്ഡല UDF കമ്മിറ്റി കൊടുക്കും. അതുപോലെ അതെത്ര ബൂത്തുണ്ടെങ്കിലും അതുപോലെ ഏറ്റവും 1ാം സ്ഥാനത്ത് വരുന്ന ലീഡ് ലഭിക്കുന്ന ബൂത്ത് കമ്മിറ്റിക്ക് നിയോജക മണ്ഡല UDF കമ്മിറ്റിയുടെ വക 25,000 രൂപയും അതുപോലെ 2ാം സ്ഥാനം ലഭിക്കുന്ന ബൂത്ത് കമ്മിറ്റിക്ക് 15,000 രൂപയും 3ാം സ്ഥാനം ലഭിക്കുന്ന ബൂത്ത് കമ്മിറ്റിക്ക് 10,000 രൂപയും നിയോജക മണ്ഡല UDF കമ്മിറ്റി കൊടുക്കുന്നതാണ്. UDF നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് തുക നൽകുക എന്നും കെ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. പ്രവർത്തകർക്ക് പ്രോത്സാഹനമെന്ന രീതിയിലാണ് പ്രഖ്യാപനമെന്നും സംഘടനയ്ക്കകത്ത് സംസാരിച്ച കാര്യമാണെന്നും കെ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. വാഗ്ദാനം വോട്ടർമാർക്കല്ലെന്നും ബൂത്ത് കമ്മിറ്റിക്കാണെന്നും പൊതുവേദിയിൽ നടത്തിയ പ്രഖ്യാപനവുമല്ലെന്നും കെ മുത്തുക്കോയ തങ്ങൾ പറയുന്നു. പ്രഖ്യാപനത്തിൽ മറ്റു പ്രശ്നങ്ങളുണ്ടെന്ന് കരുതുന്നില്ലെന്നും കെ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. തവനൂരിൽ വിദേശയാത്ര വാഗ്ദാനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവ ഹാജിക്കെതിരെ കഴിഞ്ഞ ദിവസം തിരൂർ പോലീസ് കേസെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ എന്നിവയുടെ ലംഘനം നടത്തിയെന്നാണ് FIR. തവനൂർ UDF സ്ഥാനാർത്ഥി VS ജോയ്ക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം സമ്മാനിക്കുന്ന മണ്ഡലം ബൂത്ത് കമ്മിറ്റികൾക്കാണ് വിദേശയാത്ര CP ബാവ ഹാജി വാഗ്ദാനം ചെയ്തത്.